വലിയ ആവേശത്തിൽ തന്നെയാണ് നെയ്യാറ്റിൻകരയിലെ LDF സ്ഥാനാർത്ഥി ആൻസലൻ. വീണ്ടും സിറ്റിംഗ് MLA ആണ്, വീണ്ടും മൂന്നാമതാണ് മണ്ഡലത്തിൽ ജനവിധി തേടുന്നത്. വലിയ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ്. പര്യടനം ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. എന്ത് തോന്നുന്നു, വീണ്ടും മൂന്നാം തവണ അംഗത്തിനിറങ്ങുമ്പോൾ നെയ്യാറ്റിൻകരക്കാർ നെഞ്ചോട് ചേർത്ത് പിടിക്കുമെന്ന ആത്മവിശ്വാസം കൂടിയിട്ടുണ്ടോ? കൂടിയിട്ടുണ്ട്. നല്ല പുരുഷ ഈ മണ്ഡലം നിലനിർത്തും. വികസന നേട്ടങ്ങൾ മുന്നിൽ നിർത്തി തന്നെയാണോ ജനവിധി തേടുന്നത് മൂന്നാമതും? വികസന നേട്ടങ്ങളൊപ്പം ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ, ജനങ്ങളോടുള്ള ആത്മബന്ധം, ഇതെല്ലാം കൈമുതലാക്കിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഹാട്രിക് വിജയം നേടുന്നത്. മൊത്തത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡ് UDFിനോടൊപ്പമായിരുന്നല്ലോ ഒരു ട്രെൻഡ്. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ പൊതുവെ പറയുന്നത് ചിലപ്പോൾ UDFിലെ ഒരു ഭരണ തുടർച്ചയ്ക്കുള്ള സാധ്യത കുറവാണ്. ഒരു ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ തന്നെയാണ് മൊത്തത്തിൽ ആ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ട്രെൻഡ് വെച്ചാണ് പൊതുവെ വിലയിരുത്തുന്നത്. എങ്ങനെ തോന്നുന്നു? പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ്, തദ്ദേശ തിരഞ്ഞെടുപ്പ്, അസംബ്ലി തിരഞ്ഞെടുപ്പ്, മൂന്ന് പാറ്റേണാണ്. കഴിഞ്ഞ 2000 പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിലും ഇവിടെ UDFിനായിരുന്നു മേൽക്കൈ. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും സ്ഥിരമായി UDFിനാണ് മേൽക്കൈ. പക്ഷേ അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് മറിയും. അതുകൊണ്ട് അതിന് ആശങ്കയൊന്നുമില്ല. എല്ലായിടത്തും പൊതുവെ നമ്മൾ കേൾക്കുകയാണ് ഈ ഡീൽ ആരോപണമൊക്കെ പല മണ്ഡലങ്ങളിലും. CPM കോൺഗ്രസ്സാണ് ഉന്നയിക്കുന്നത്. CPM BJP തമ്മിലൊരു ഡീൽ പാലക്കാട് തുടങ്ങിയത്. പക്ഷേ ആ ഡീൽ ഇപ്പോൾ മറ്റെല്ലാ മണ്ഡലങ്ങളും വ്യാപിച്ചിരിക്കുകയാണ്. ഇവിടെ നെയ്യാറ്റിൻകരയിൽ തോന്നുന്ന ആ രീതിയിൽ എന്തെങ്കിലും ഒരു ആരോപണം, അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം എന്തെങ്കിലും ഉണ്ടോ? CPMൻ്റെ നിലപാട് BJPയോടും RSSനോടും ഉറച്ചതാണ്. 4 വോട്ടിന് വേണ്ടി CPM ഒരിക്കലും നിലപാട് മാറ്റിയിട്ടില്ല. കേരളത്തിലെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ മുന്നിൽ 91 വേപ്പൂരും വടകരയും മോഡലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും UDF പരസ്യമായി രഹസ്യമായി BJPയുമായി ബന്ധമുണ്ടാക്കിയിട്ടുണ്ട്. മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ്റിനെതിരായി ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ ഒന്നുമില്ലാത്തതുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഈ കോൺഗ്രസ് സൃഷ്ടിച്ചിട്ടുള്ള ഒരു പുതിയ ന്യായമാണ് ഡീൽ. അതൊന്നും കേരളത്തിലെ ജനങ്ങൾ പുച്ഛത്തോടു കൂടി തള്ളിക്കളയും. ത്രികോണ മത്സരമുണ്ട്. ശക്തമായ മത്സരം 3 മുന്നണി സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തേക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ത്രികോണ മത്സരം എന്ന് വേണമെങ്കിൽ പറയാം. CPM ശരിക്കും നേരിടുന്നത് BJPയാണോ കോൺഗ്രസിനെയാണോ? UDFിനെയാണ്. തീർച്ചയായും അത് തന്നെയാണ്. എതിരാളികൾ എത്ര ശക്തന്മാരായാലും കരുത്തന്മാരായാലും അതൊന്നും തന്നെ ഈ പോരാട്ടത്തെ ബാധിക്കില്ല എന്ന് തന്നെയാണ് സിറ്റിംഗ് MLA ആയ ആൻസലൻ. അത്രയേറെ ആത്മവിശ്വാസം തന്നെയാണ് അദ്ദേഹത്തിന്. ഈ മണ്ഡലത്തിലുള്ള ആത്മബന്ധമൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന് ഈ രീതിയിലൊരു ആത്മവിശ്വാസത്തിലേക്ക് മുന്നോട്ട് നയിക്കുന്നത്. വിഷ്ണുവിനൊപ്പം മൻഫിലി ഡിസൂസ.